നമസ്കാരം പ്രിയമുള്ളവർ, രതീഷ് ജാലമനെയാണ് കേട്ടോ. ഇന്ന് 2026 ഫെബ്രുവരി മാസം 15-ാം തീയതി ഞായറാഴ്ച, കൃഷ്ണപക്ഷത്തിലെ അതായത് കറുത്ത പക്ഷത്തിലെ ത്രയോദശി തിഥിയാണ്. ഇന്ന് മഹാശിവരാത്രിയാണ്. ഇന്ന് കോഴിക്കോട് ഉദയം വരുന്ന 6:35 സൂര്യാസ്തമയം 6:13 കേട്ടോ. ഇന്ന് ശിവരാത്രിയാണ്, ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇന്ന് ഓം നമ ശിവായ എന്ന് മാത്രം നമുക്ക് ജപിച്ചാൽ മതി. ഇന്ന് ആ ഭഗവാൻ എല്ലാവിധ ഐശ്വര്യങ്ങളും നമുക്ക് തരും. ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക, നിങ്ങളെ കൊണ്ട് കഴിയുന്ന വഴിപാടുകൾ നടത്തുക, അല്ലെങ്കിൽ ഒന്ന് പോയി ആ ഭഗവാനെ ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അവിടുത്തെ നാമജപങ്ങൾ, അടുത്തുള്ള ശിവക്ഷേത്രങ്ങളിലൊക്കെ നാമജപങ്ങൾ നടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിലൊക്കെ പോയി പങ്കെടുക്കുക. പ്രസാദോട്ട കാര്യങ്ങൾ, വ്രതം എടുക്കുന്നവരുണ്ടാവും. അപ്പോൾ ആ വ്രതമൊക്കെ എടുത്ത് നല്ല രീതിയിൽ ശിവഭഗവാന്റെ ഇഷ്ട സ്തോത്രങ്ങൾ നിങ്ങൾക്ക് ജപിക്കാം. ഇനി ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഓം നമ ശിവായ എന്ന് മാത്രം ഇന്ന് ജപിച്ചാൽ മതി കേട്ടോ. ഇന്ന് നാള് വരുന്നത് ഉത്രാടം നാളാണ്. ഇന്നലെ ഫെബ്രുവരി 14 6:16 തുടങ്ങിയതാണ്. ഫെബ്രുവരി 15 ഇന്ന് വൈകുന്നേരം 7:48 വരെയാണ് ഉത്രാടം നാളുള്ളത്. ഇന്ന് ഉത്രാടം നാളുകാരെ പറ്റി പറയുകയാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു ദിവസമാണ്. ഇഷ്ടഭക്ഷണ സമൃദ്ധി, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ സാമ്പത്തിക ധനപരമായിട്ടുള്ള ഇടപാടുകൾ നടത്തുമ്പോൾ അത് ശ്രദ്ധയോട് കൂടി ചെയ്യുക. ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ശാരീരികമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ENT സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധയോട് കൂടിയിട്ടുള്ളൊരു ദിവസമായിരിക്കണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ശിവരാത്രിയാണ്. അതുപോലെ ഉത്രാടം നാളുകാർക്ക് അയ്യപ്പ ക്ഷേത്രത്തിൽ എള്ളുതിരി നീരാഞ്ജനമൊക്കെ ചെയ്യുന്നതും, ശിവക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാട് ചെയ്യുന്നതും കർമ്മപരമായിട്ടുള്ള ഉയർച്ചയ്ക്കും, അതുപോലെ തന്നെ ബന്ധങ്ങളിലുള്ള വല്ല വിള്ളലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന് വേണ്ടി ശിവക്ഷേത്രത്തിൽ ഐകമത്യ സൂക്ത അർച്ചന ചെയ്യുന്നതൊക്കെ ഇന്നത്തെ ദിവസം വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ ഫോളോ ചെയ്യൂ. എല്ലാവർക്കും ആ ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.